കേരള സർവകലാശാലയിലേക്ക് SFI സമരം നടത്തി. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു സർവകലാശാല മൊത്തം തല്ലിപ്പൊളിച്ചാണ് സമരം നടത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ABVP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മതപരമായ വിഷയങ്ങളിലേക്കാണ്. യാഥാർത്ഥ്യമാണ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത്. മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ ആ പേരിൽ തന്നെ മുസ്ലിം, അത് വർഗീയമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ ABVP വർഗീയ സംഘടനയാണ് എന്ന് പറയുന്നത് SFIക്കാരാണ്. അങ്ങനെ ഒരു വർഗീയ സംഘടനയാണെങ്കിൽ ABVPക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? ഇത്രയും വലിയ വിദ്യാർത്ഥി സംഘടനയായിട്ട് ലോകത്തിൽ മാറാൻ വേണ്ടി പറ്റുമോ? നവകേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ യാത്ര നടത്തുന്ന സമയത്ത് BJPയുടെ ആൾക്കാരും കോൺഗ്രസിൻ്റെ ആൾക്കാരൊക്കെ സമരം ചെയ്തിരുന്നു. അവരൊക്കെ ആക്രമിച്ചില്ലേ DYFIക്കാർ? കഴിഞ്ഞ ദിവസം പതാക ഉയർത്തി നമ്മൾ ഒരു കോൺഗ്രസിൻ്റെ പതാക ഉയർത്തിയിട്ടാണ് അവർ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് ABVPയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഈശ്വർ പ്രസാദ് ആണ്. നമസ്കാരം സർ. ഈ ABVP എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ള സംശയമാണ് ABVP BJPയുടെയോ അല്ലെങ്കിൽ RSSന്റെയോ യുവ സംഘടനയാണ് എന്നുള്ളത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? യഥാർത്ഥത്തിൽ ABVP ഒരിക്കലും BJPയുടെ ഒരു വിദ്യാർത്ഥി സംഘടനയല്ല. കാരണം നമുക്കറിയാം ABVP ആരംഭിച്ചത് 48-49 കാലഘട്ടത്തിലാണ്. അതിനുശേഷമാണ് BJP രൂപം കൊണ്ടിട്ടുള്ളത്. ജനസംഘവും അതിനുശേഷമാണ് രൂപം കൊണ്ടിട്ടുള്ളത് BJPയുടെ ചരിത്രം നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും BJPയുടെ അഫിലിയേഷൻ ഒരിക്കലും ABVPക്ക് ഇല്ല. മാത്രമല്ല ABVPയുടെ സമരങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ABVP സമരം ചെയ്തിട്ടുണ്ട്. BJP ഗവൺമെൻറ്റുള്ള സമയത്തും ഇന്നും പല സംസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കിയാൽ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്കൊരു വിഷയം വരുന്ന സമയത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിഷയം വരുന്ന സമയത്ത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നോക്കാതെ ABVP സമരം ചെയ്യും. കാരണം ABVP സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണെന്നുള്ളതാണ്. മറ്റൊന്ന് RSSനെ കുറിച്ചുള്ള ചർച്ചയാണ്. നമുക്കറിയാം RSS ഒരു സംഘടനയ്ക്കും ഒരു ബാക്കപ്പ് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ വിവിധ സംഘടനകൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ RSS സംഘടനയും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നില്ല. ABVP ആണെങ്കിലും അല്ലെങ്കിൽ BJP ആണെങ്കിലും PMS ആണെങ്കിലും പല സംഘടനകൾ RSSന്റെ ആശയം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ സ്വതന്ത്ര സംഘടനയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ആശയപരമായ ഒരു യോജിപ്പ്, അല്ലെങ്കിൽ ആശയപരമായ ഒരു ഒരേ വഴിയിലൂടെ പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു അഫിലിയേഷൻ ഒരു സംഘടനയ്ക്കും ഇല്ല. ABVP എന്നും സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്. എല്ലാ കാലത്തും ABVP സ്വതന്ത്രമായ നിലപാടെടുക്കാൻ വേണ്ടി പറ്റും സ്വതന്ത്രമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ABVP മുന്നോട്ട് പോകുന്നത്. അതായത് RSSന്റെ ഒരു ഐഡിയോളജിയുമായിട്ട് ABVP ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അവരുടെ യുവസംഘടനയാണെന്ന് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ RSSനെ കുറിച്ച് പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസത്തെ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കുക അല്ലെങ്കിൽ അതിനെ കുത്തി നിറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ഈ പറയുന്ന ABVPക്ക് കണക്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ ABVPയുടെ ഒരു രീതി അത് തന്നെയാണോ? ABVPയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് ദേശീയതയിൽ ഊന്നിയിട്ടുള്ള ഐഡിയോളജിയാണ്. അത് വിദ്യാർത്ഥികളിൽ, വിദ്യാർത്ഥി സമൂഹത്തിൽ ദേശീയതയുടെ വിത്ത് പാകുക എന്നുള്ളതാണ്. RSSന്റെയും യഥാർത്ഥത്തിലെ ഐഡിയോളജി അത് തന്നെയാണ്. പക്ഷേ പുറത്തുള്ള നരേറ്റീവ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പല സംഘടനകളും ഇപ്പം മതപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള സംഘടനകളുണ്ട്. ഇപ്പോൾ ഹിന്ദു മഹാസഭ, അങ്ങനെ പല സംഘടനകളുണ്ട്. ആ സംഘടനകൾ ചെയ്യുന്നത് തന്നെയാണ് RSS ചെയ്യുന്നത് എന്നുള്ള നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ RSSന്റെയും ആശയം ഭാരതീയത അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കൾച്ചർ, അത് ഫോക്കസ് ചെയ്തിട്ടുള്ള സംഘടനാ പ്രവർത്തനമാണ്. അതാണ് ഈ ഐഡിയോളജിയുടെ ഫോക്കസ്. അതാണ് ഐഡിയോളജിയുടെ ഒരു കാതൽ. ആ കാതലാണ് RSSനും ഉള്ളതെന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ പൊതുസമൂഹത്തിൽ നരേറ്റീവ്, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ RSS ബാക്കപ്പ് കൊടുത്തു അല്ലെങ്കിൽ RSS നേതൃത്വം കൊടുത്തു എന്നുള്ളതുകൊണ്ട് RSSന് ഒരു ഹിന്ദു സംഘടനയായിട്ട് ചർച്ച ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഭാരതീയത, ദേശീയത, ഭാരതത്തിൻ്റെ സങ്കല്പം, ഭാരതത്തിൻ്റെ സംസ്കാരം, ആ ഒരു കൾച്ചറാണ് ദേശീയതയായിട്ട് കണക്കാക്കുന്നതും ആ കൾച്ചറിനെയാണ് ഐഡിയോളജി ആയിട്ട് ABVP, RSS പോലുള്ള സംഘടനകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ കലാലയങ്ങളിൽ ABVP പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ABVP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മതപരമായ വിഷയങ്ങളിലേക്കാണ് എന്നൊരു ആരോപണമുണ്ട്. അതിൽ വാസ്തവമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ചില വിഷയങ്ങൾ, ഇപ്പോൾ നാഷണൽ ഇമ്പോർട്ടൻ്റ് ഉള്ള വിഷയങ്ങൾ, അതിൽ ABVP ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഉദാഹരണമാണ് നമുക്കറിയാം ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 എടുത്ത് കളയണം എന്ന് ABVP സമരം ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ നരേറ്റ് ചെയ്യപ്പെട്ട എങ്ങനെയാണ്? ആർട്ടിക്കിൾ 370 ഒരു മതവിഭാഗത്തിന് ദോഷമുണ്ടാക്കും എന്നുള്ള ഇതിൽ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ഒരു മതവിഭാഗത്തിന് ഒരിക്കലും ദോഷമുണ്ടാക്കുന്നില്ല. അത് ആ കാശ്മീരിൻ്റെ പദവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ ഇങ്ങോട്ട് പലായനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം ചലോ ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ABVP വലിയ മൂവ്മെൻറ്റ് നടത്തി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾ, പലായനം ചെയ്തു വരുന്ന ആളുകൾ, അത് ഭാരതത്തിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുമെന്നുള്ള സമയത്താണ് ABVP ആ മൂവ്മെൻറ്റ് നടത്തിയത്. പക്ഷെ അത് മുസ്ലിങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതിൽ നരേറ്റീവ് ഉണ്ടാക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മതത്തെയും
ABVP എതിർക്കുന്നോ ഒന്നും ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ദേശീയത, ഭാരതത്തിൻ്റെ ദേശീയത, അപ്പോൾ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ചില കാര്യങ്ങൾ അതിൽ ABVP ഫോക്കസ് ചെയ്യാറുണ്ട്. അതിൽ ആർട്ടിക്കിൾ 370 വരും, NRC അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എതിരാളികൾ അത് ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു മതത്തിനെതിരെയാണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അതാണ് യഥാർത്ഥം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ABVP ദേശീയപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമരങ്ങളും മൂവ്മെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം ഈ ആർട്ടിക്കിൾ 370 വിഷയത്തിലും NRC വിഷയത്തിലും മാത്രമല്ല, ഭാരതത്തിന്റെ ഭരണഘടന ഹനിക്കപ്പെട്ട സമയത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയത് ABVP ആണ്. ABVP അതിന് മുന്നിൽ നിന്ന് ഛാത്ര സംഘർഷ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ജയപ്രകാശ് നാരായണനെ പോലുള്ള മുതിർന്ന ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ABVP സമരം ചെയ്തു. അപ്പം നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വിഷയങ്ങളിൽ സമരം ചെയ്യുന്ന സമയത്ത് നാരേറ്റീവ് സൃഷ്ടിക്കപ്പെടും. പാകിസ്ഥാനെതിരെ ഉള്ള കാര്യങ്ങളിൽ ABVP മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു മതത്തിനെതിരെയാവുന്നത്? ഇപ്പം വിഭജന ഭീതി ദിനം ഈ അടുത്ത് ആ ചർച്ച ചെയ്യപ്പെട്ട സംഭവത്തിൽ ABVP ഒരു ക്യാമ്പസിലും ഒരു മതത്തിനെതിരെയും പറഞ്ഞിട്ടില്ല. ABVP അന്നത്തെ മുസ്ലിം ലീഗിന്റെ നിലപാട് അതിനെക്കുറിച്ച് ABVP പറഞ്ഞിട്ടുണ്ട്. ABVP അന്ന് സംഭവിച്ചിട്ടുള്ള സംഭവങ്ങൾ, ഇന്ന് കാശ്മീരിൻ്റെ അല്ലെങ്കിൽ സിന്ധു ഭാഗങ്ങളിൽ, ഗുജറാത്ത് ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ നമുക്കറിയാം ബംഗാളിൻ്റെ ഭാഗങ്ങളിൽ അവിടെ ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ, അതിനെക്കുറിച്ച് ABVP പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ABVP പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു മതത്തിനെ കുറിച്ചും വിഭജന ഭീതി ദിനത്തെ കുറിച്ച് പറ്റില്ല. ഞങ്ങളുടെ ഫോക്കസും അത് തന്നെയായിരുന്നു. പക്ഷേ ഈ വിഭജന ഭീതി ദിനം കൂടുതൽ ആഘോഷിക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് പറയുമ്പോൾ അത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറക്കുന്ന ഒരു രീതിയായിട്ട് മാറില്ലേ? ഒരിക്കലും അല്ല. ഞങ്ങൾ അതിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 2021 മുതൽ ഈ ദിവസം ആചരിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ വിഭജനം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകളുണ്ട്. അവരെ മറക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാം കഴിഞ്ഞ്, ഈ സമരമൊക്കെ കഴിഞ്ഞ് അതിന്റെ സന്തോഷം, സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം ഉൾക്കൊള്ളേണ്ട സമയത്ത് ഈ ഭാരതത്തിന്റെ അതിർത്തിയിൽ ഒട്ടനവധി ആളുകൾ മരണപ്പെട്ടു. അവരെ മറക്കാൻ കഴിയില്ല. അപ്പൊ അവർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ചർച്ച ചെയ്യണം. അതിന്റെ കാരണം കൂടി ഇന്ന് പ്രസക്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലതരത്തിലുള്ള വിഭജനത്തിന്റെ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള നിലപാടുകൾ വരുന്നു. വെട്ടിമുറിക്കപ്പെടണം, വീണ്ടും കേരളം സെപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ സൗത്ത് സെപ്പറേറ്റ് ആണ്, കട്ടിങ് സൗത്ത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നു. ആ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭജനം നടത്തിയാൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ഇതേപോലത്തെ കാര്യങ്ങൾ നടക്കില്ലേ? അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം, ഒരു വിഭജനം ഇനി ഉണ്ടാകരുത്. ഈ ഭാരതത്തിൽ ഇനി ഒരു വിഭജനം ഉണ്ടാകരുത്. വിഭജനം കൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് മുമ്പിലേക്ക് വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ ABVP ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. ആരാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിനെ ആഘോഷിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ഹർ ഘർ തിരങ്ക അത് ആചരിക്കുന്നതിന് മുമ്പ് അതിന് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകിയിട്ടുള്ള കാര്യമാണ് ഏക് ഗാവ് ഏക് തിരങ്ക. എല്ലാ ഗ്രാമത്തിലും പതാക ഉയർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ABVP ഒരു ക്യാമ്പയിൻ നടത്തി. അത് ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പതാക ഉയർത്തി. അതിനുശേഷമാണ് ഈ ഹർ ഘർ തിരങ്ക എന്നുള്ള ക്യാമ്പയിൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യതാണ് സ്വാതന്ത്ര്യം ആഘോഷിക്കണം. കാശ്മീരിൽ ത്രിവർണ്ണ പതാകയുമായിട്ട് കടന്നു ചെല്ലാൻ വേണ്ടി പറ്റില്ല. ആ സമയത്ത് 90കളിൽ ചലോ കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ട് ത്രിവർണ്ണ പതാകയുമായിട്ട് അങ്ങോട്ട് മാർച്ച് നടത്തിയ സംഘടനയാണ് ABVP. ഇനി അതൊക്കെ പോട്ടെ, ഇതിനെതിരെ പറയുന്ന ആളുകളുണ്ട്. അവരുടെ ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പതാക ഉയർത്തി നമ്മൾ കണ്ടു. ഒരു കോൺഗ്രസിന്റെ പതാക ഉയർത്തിയിട്ടാണ് അവര് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. അപ്പൊ അവർക്ക് അത്രയാണ് ഇതിനെ കുറിച്ചിട്ടുള്ള പരവര ധാരണ ഇതാണ്. പക്ഷെ ABVPയുടെ അതിലെ വിഷൻ അതല്ല. ABVPയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ഈ വിഭജന ഭീതി ദിനത്തിൽ ഈ സംഭവം ഇനി ആവർത്തിക്കരുത്, അത്തരം ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടും സ്വാതന്ത്ര്യദിനം ഏറ്റവും വിപുലമായിട്ട് ഈ ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്, എല്ലാ കലാലയങ്ങളിലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ABVP മുന്നിൽ തന്നെ. അപ്പോൾ ഈ ABVP എന്ന് പറയുന്ന ഒരു വർഗീയ സംഘടനയാണെന്ന് പറഞ്ഞ് വരുത്തുന്നത് തന്നെ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ മറ്റ് സംഘടനകളാണെന്നാണോ? തീർച്ചയായിട്ടും കൂടെയുള്ള മറ്റ് യുവ സംഘടനകളാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ ABVP വർഗീയ സംഘടനയാണ് എന്ന് പറയുന്നത് SFI-കാരാണ്. SFI കലാലയത്തിൽ വെൽക്കം തരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് തൊട്ട് അവർ പറയാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഇങ്ങനെ 100 തവണ പറയുന്നത്? അങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ പലരും അത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യമാണ്. കാരണം ഒരു കള്ളം പലതവണ പറയുമ്പോൾ വിശ്വസിക്കും. വിദ്യാർത്ഥികളും അങ്ങനെ പല സ്ഥലത്തും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അവർ ഞങ്ങളോട് ചോദിക്കാറുണ്ട് പല സമയത്തും, നിങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതിന് കൃത്യമായി മറുപടി പറയാനും ABVP പറ്റാറുണ്ട്. നോക്കൂ, അങ്ങനെ ഒരു വർഗീയ സംഘടനയാണെങ്കിൽ ABVPക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? ഇത്രയും വലിയ വിദ്യാർത്ഥി സംഘടനയായിട്ട് ലോകത്തിൽ മാറാൻ വേണ്ടി പറ്റും? ഒരിക്കലും പറ്റില്ല. സ്വാഭാവികമായിട്ടും വലിയ എതിർപ്പ് അതിലുണ്ടാവും, വലിയ പ്രതിഷേധങ്ങൾ അതിലുണ്ടാവും. അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. കേരളത്തിലെ ക്യാമ്പസുകളിൽ മാത്രമല്ല, ഇന്ന്
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിട്ട് ABVP മാറി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹം ഒന്നടങ്കം ABVP അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ABVP ഒരു വർഗീയ സംഘടന ആയിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയല്ല. കാര്യം ഭാരതത്തിന് ദേശീയതയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു മതത്തിൻ്റെ ഒരു ഐഡിയോളജി ABVP മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പം മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ ആ പേരിൽ തന്നെ മുസ്ലിം അത് വർഗീയമാണ് എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. ആ തരത്തിലേക്ക് അവർ മാറി. പക്ഷേ ABVP എന്നും ഈ ഭാരതത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ABVP മുന്നോട്ടുണ്ടാവും. ഇപ്പോൾ SFI ആയിട്ടുള്ള സമരങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, ലാസ്റ്റ് ആയിട്ട് നടന്ന സർവകലാശാല സമരം, അല്ലെങ്കിൽ പറയുന്നത് പോലെ ഭാരതാംബ വിഷയം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ വിഭജന ഭീതി, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ നോക്കിയാൽ ABVP കുറച്ചുകൂടി അക്രമാസക്തമായിട്ട് പെരുമാറുന്ന രീതി നമ്മൾ കണ്ടിരുന്നു. അതെന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന SFI ആയതുകൊണ്ടാണോ ഇത്രയും അക്രമപരമായിട്ടുള്ള ഒരു പ്രതികരണം? എവിടെയാണ് ഒരു അക്രമാസക്തമായിട്ടുള്ള ഒരു സമരം എവിടെയാണ് കണ്ടത്? പല മാധ്യമങ്ങളിലും SFI ABVP സമരം കൂടുതൽ ABVP അക്രമാസക്തമാക്കുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. നോക്കൂ, ഞാൻ ആദ്യത്തെ സമരം പറയാം. ആദ്യം സമരം നടക്കുന്നത് PM ശ്രീ ഇഷ്യൂലാണ്. അന്ന് ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുകയാണ്. ഭാരതാംബ വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അദ്ദേഹം ഒരു പ്രസ്താവന നൽകി. അന്ന് ABVP സമരവുമായിട്ട് മുന്നോട്ട് വരികയാണ്. പക്ഷെ അതൊരിക്കലും ഭാരതാംബ വിഷയത്തിലല്ല. നിങ്ങൾക്ക് അന്ന് ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഞാൻ ഉൾപ്പെടെ തിരുവനന്തപുരത്തെ പ്രവർത്തകർ അദ്ദേഹം ഒരു പരിപാടി കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് അദ്ദേഹത്തെ കരിങ്കൊടി കഴിഞ്ഞ് ഞങ്ങൾ തടഞ്ഞു. ആ തടഞ്ഞ സമയത്ത് അവിടെ മാധ്യമങ്ങളുണ്ടായിരുന്നു. ആ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാൻ ആ കരിങ്കൊടി കാണിച്ചതിന് ശേഷം ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് PM ശ്രീ ഇഷ്യൂവിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ മാധ്യമങ്ങൾ എന്താണ് കൊടുത്തത്? കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തത് ഭാരതാംബ വിഷയത്തിൽ ABVP കരിങ്കൊടി കാണിച്ചതാണ്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അതിനുശേഷം കോഴിക്കോട് ഞങ്ങൾ കരിങ്കൊടി കാണിച്ചു. തിരുവനന്തപുരത്ത് ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. ആർക്കാണ് പരിക്കേറ്റത്? ഞാനുൾപ്പെടെയുള്ള ABVPയുടെ പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ആരാണ് തല്ലിയത്? SFIക്കാരാണ്. അപ്പോൾ ആരാണ് അക്രമാസക്തമായി സമരം ചെയ്യുന്നത്? ഇനി സർവകലാശാലയിലേക്കുള്ള സമരം ABVP 3 തവണ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ഇത്തവണ പല വിഷയങ്ങൾ, PM ശ്രീ ഇഷ്യൂ ഉണ്ട്, ഒരു വിദ്യാർത്ഥി കൊല്ലത്ത് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട്, ടീം ഇഷ്യൂ ഉണ്ട്. എവിടെയെങ്കിലും ഒരു പൊതുമുതൽ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായിട്ടുള്ള വാർത്തകൾ വന്നോ? യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഈ കേരള സർവകലാശാലയിലേക്ക് SFI സമരം നടത്തി. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു സർവകലാശാല മൊത്തം തല്ലിപ്പൊളിച്ചാണ് സമരം നടത്തിയിട്ടുള്ളത്. അപ്പം അക്രമാസക്തമായ സമരം നടത്തുന്ന SFI അതാരും പറയുന്നില്ല. ഒരു മാധ്യമങ്ങളും അത് പറയുന്നില്ല. അതാണ് എന്തുകൊണ്ടാണ് അപ്പോൾ ABVP മാത്രം ഇങ്ങനെ ഒരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്, ഒരു നെഗറ്റീവ് ഷെയ്ഡ് നൽകാൻ? ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത്, 1. 2, ABVP എന്ന വിദ്യാർത്ഥി സംഘടന വളരരുത്. ഈ അജണ്ട കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്തുകൊണ്ട് സത്യം പറഞ്ഞുകൂടാ? PM ശ്രീ ഇഷ്യൂവിലാണ് ABVPയുടെ സമരം എന്നുള്ളത് പറയാൻ എന്തുകൊണ്ട് മാധ്യമങ്ങൾ പഠിക്കുന്നു? ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ഞാൻ ഒരു സമരത്തിന് പോകുന്ന സമയത്ത് എന്നെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത്? ഞാൻ അവരാരെങ്കിലും തല്ലിയതിന് ശേഷമാണോ? അല്ലെങ്കിൽ അവരാരെങ്കിലും ഏതെങ്കിലും SFIക്കാരനെ തല്ലിയിട്ടാണോ? അല്ല. ഞാനവിടെ സമരത്തിന് പോകുന്ന സമയത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ ആക്രമിക്കുകയാണ്. ഇത് നമ്മൾ കണ്ടിരുന്നു. മുമ്പ് എപ്പോഴാണെന്നറിയോ? നവകേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ യാത്ര നടത്തുന്ന സമയത്ത് BJPയുടെ ആൾക്കാരും കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ സമരം ചെയ്തിരുന്നു. അവരൊക്കെ ആക്രമിച്ചില്ലേ DYFIക്കാർ? അപ്പോൾ അക്രമം ചെയ്യുകയും ആ ആക്രമിക്കപ്പെട്ട ആള് അവരക്രമം ചെയ്യുന്നു എന്നുള്ള നരേറ്റീവ് സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇരകളായ ആൾക്കാർ ഇതിനകത്ത് കഷ്ടപ്പെടുകയാണ്. കാരണം അവരെ മറച്ചു പിടിച്ചുകൊണ്ട് തല്ലുന്ന ആൾക്കാർ നല്ല ആൾക്കാരാണ് എന്നുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്. അത് തീർത്തും ശരിയല്ല. ഈ ഇരകളായ ആൾക്കാർ സമരം ചെയ്യുന്ന സമയത്ത് ആക്രമിക്കപ്പെടുന്ന ആളുകൾ അവരെ യഥാർത്ഥത്തിൽ അത് കൃത്യമായ സംഭവം എന്താണ് ഇത് മാധ്യമങ്ങൾ പറയാൻ വേണ്ടി തയ്യാറാണ്. അത് തയ്യാറാവുന്നില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ഇപ്പോഴും ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ABVP എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലാണ് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ഹിന്ദു സംഘടനയാണ്, അല്ലെങ്കിൽ RSSന്റെ ഒരു യുവ സംഘടന, അല്ലെങ്കിൽ BJPയുടെ. അപ്പോൾ ഈ ഒരു ചിന്താഗതി മാറ്റി യഥാർത്ഥത്തിൽ എന്താണ് ABVP എന്നറിയിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ABVPയുടെ സ്ഥാനം എന്താണെന്ന് തെളിയിക്കാനുള്ള ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, ഇന്ന് ABVP 75 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ABVPയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് 4 ഗതിവിധികളെയും പിന്നെ അതോടൊപ്പം തന്നെ അക്കാദമിക് ആയിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോം വർക്കുകളുണ്ട്. അതിലിപ്പോൾ ABVP മുന്നോട്ട് വയ്ക്കുന്ന 4 ഗതികൾ: സ്പോർട്സ്, ആർട്സ്, പ്രകൃതി സംരക്ഷണം, പിന്നെ സേവ ആക്ടിവിറ്റീസ്.
ഇതാണ് ABVP ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം പല സ്റ്റുഡൻസിന് പല ഇൻട്രസ്റ്റുകളുണ്ടാവും. അപ്പോൾ ഈ സ്പോർട്സുമായി ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഇതിൽ വരാം, അവർക്ക് പ്രവർത്തിക്കാം. ആ സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും യഥാർത്ഥത്തിൽ എന്താണ് ABVP എന്നുള്ളത്. ഒരു മതത്തിൻ്റെ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഒരു വർഗീയ ഐഡിയോളജിയോ ABVP മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഞങ്ങൾ അതിലൂടെ ഊന്നൽ കൊടുക്കുന്നത് വികസിത ഭാരതം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോൾ 2047 ആകുമ്പോഴത്തേക്കും ഈ ഭാരതത്തിൽ വികസിതമായ ഒരു രാഷ്ട്രമായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. അതിൽ യുവാക്കളുടെ പങ്ക്, അതിൽ സ്പോർട്സിൽ യുവാക്കളുടെ പങ്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് ഞങ്ങൾ ഖേലോ ഭാരത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കുള്ള പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കലാമഞ്ചിൽ നിന്നുകൊണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് അവസരം കൊടുക്കുന്നു. ഇനി മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മെഡിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ സ്റ്റുഡൻസ് അവരുടെ അക്കാദമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, കാരണം നല്ല ഡോക്ടേഴ്സ് ഈ ഭാരതത്തിലുണ്ടാവും. ആയുർവേദ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ജിജ്ഞാസ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, കാരണം നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവണം. അതേപോലെ തന്നെ അഗ്രിവിഷൻ, നല്ല അഗ്രികൾച്ചറൽ എക്സ്പേർട്സ് ഉണ്ടാവണം. അങ്ങനെ ഓരോ മേഖലയിലും ഓരോ സ്ട്രീമിലും അക്കാദമിക് നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് ABVP മുന്നോട്ട്.